ദ പേഴ്സൺ ഹൂ ഡസൻറ്റ് റീഡ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ ദ പേഴ്സൺ ഹൂ കാൺട്ട്. മാർക്ക് ട്വെയിൻ. ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളെ 2 ഫ്യൂച്ചർ വേർഷൻസ്. വേർഷൻ നമ്പർ 1, ദ പേഴ്സൺ ഹൂ റീഡ്സ് ഫോർ 1 hour എവറി ഡേ. ഞാനിതൊരു മെയിൽ പേഴ്സ്പെക്റ്റീവിലാണ് പറയുന്നത്. സോ ഈ വേർഷന് ഹി തിങ്സ് ബിഫോർ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. ഓനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയുന്നതിന് മുമ്പ് ഓനെ ആലോചിച്ചിട്ടേ പറയുള്ളൂ. ഹി ഡസൻ ഗെറ്റ് ആംഗ്രി ഈസിലി. അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നില്ല. ഇവന് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ എടുക്കുന്ന അധിക തീരുമാനങ്ങളും റൈറ്റ് ഡിസിഷൻസ് ആയിരിക്കും. ഹി നോസ് ഹൗ ടു ബി എ ഗ്രേറ്റ് സൺ, എ ഹസ്ബൻഡ് ആൻഡ് എ ഫാദർ. മറ്റുള്ള ആൾക്കാർ അവനോട് ചൂടാവുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ബാഡ് മൂഡിലൊക്കെ നിൽക്കുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഓനക്കുണ്ട്. ഹി ഈസ് കാം, ഇമോഷണലി ഇൻ്റലിജൻറ്റ് ആൻഡ് ഹി ബിൽഡ്സ് എ ലൈഫ് ട്രൂലി അലൈൻഡ് വിത്ത് ഹിസ് പർപ്പസ്. എന്നാൽ അതേസമയം ഞങ്ങളെ 2ാമത്തെ വേർഷന്, ദ പേഴ്സൺ ഹൂ ഡസൻറ്റ് റീഡ്. ഓൻ എന്താ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റീഡ് ചെയ്യുക, അതുപോലെ ലോങ് ഫോം വീഡിയോസ് വാച്ച് ചെയ്യുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്നൊക്കെയുള്ളത് ടൈം വേസ്റ്റിംഗ് ആണ്. ഓനോൻ്റെ ടൈം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. എങ്ങനെ? ഷോർട്സും റീൽസൊക്കെ കണ്ടാണ്ട് കുറച്ച് നേരം കൊണ്ട് കുറേ സംഭവങ്ങൾ പഠിക്കാമല്ലോ. ഓന് പെട്ടെന്ന് ചൂടാവും. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ്ലി ഓൻ്റെ ലൈഫും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ലൈഫും തമ്മിൽ ഓൻ കമ്പയർ ചെയ്യും. ബോഡി ആണെങ്കിലും പൈസ ആണെന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. ഓൻ വിശ്വസിക്കുന്നത് ഓൻ്റെ ലൈഫ് കോഞ്ഞാട്ടാവാൻ കാരണം, മിസറബിൾ ആവാൻ കാരണം ഈ ലോകത്തുള്ള ആൾക്കാരും ഇവിടുത്തെ സിസ്റ്റവും ഈ സൊസൈറ്റിയൊക്കെ ആണെന്നാണ്. ഓൻ എപ്പോഴും ഓനക്ക് പൈസ ഒന്നും ഇല്ലാത്തതിന് ഓൻ്റെ പാരൻസിനെയാണ് ബ്ലെയിം ചെയ്യുക. ഓൻ കഷ്ടപ്പെട്ട് പണിയെടുക്കാത്തതുകൊണ്ട്. ആരെങ്കിലും ഓനോട് ചൂടാവുകയോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓന് കൂടുതൽ ഷൗട്ട് ചെയ്യും ജയിക്കാൻ വേണ്ടിയിട്ട്. ഓനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്ക് ചെയ്യാതെ ഇമ്പൾസീവായിട്ട് ഓൻ റെസ്പോണ്ട് ചെയ്യും. ഓനക്ക് റിസ്കുകൾ എടുക്കാൻ പേടിയാണ്. ഓൻ തോറ്റ് കഴിഞ്ഞാൽ ഓൻ്റെ ഫ്രണ്ട്സ്, കുടുംബക്കാർ അല്ലെങ്കിൽ നൈബേഴ്സൊക്കെ എന്താ വിചാരിക്കുക എന്നുള്ള ടെൻഷനാണ് ഓനക്ക്. ഇറ്റ്സ് കെയർസ് ദ ഷീറ്റ് ഔട്ട് ഓഫ് മീ ഇഫ് ഐ ആം ദ സെക്കൻഡ് വേർഷൻ. അതുകൊണ്ട് തന്നെ ഐ റീഡ് ആൾമോസ്റ്റ് എവറി ഡേ ആൻഡ് യു ഷുഡ് ടു. റീഡിങ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ നിങ്ങൾക്കൊരു 7 റീസൺസ് പറഞ്ഞുതരാം. റീസൺ നമ്പർ 1, റീഡിങ് ബിൽഡ്സ് ഡീപ്പ് അറ്റൻഷൻ. നമ്മൾ ലോങ് ഫോം കണ്ടൻറ്റുകൾ വായിക്കുമ്പോൾ, ബുക്കുകൾ, എസ്സേകൾ, അതുപോലത്തെ ബ്ലോഗുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യണത്? കൂടുതൽ ടൈം ലോങ് സ്ട്രെച്ചിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്യണം. ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ന്യൂറൽ സർക്യൂട്ടുകളെ ഡീപ്പ് കോൺസെൻട്രേഷനും അതുപോലെ ക്ലിയർ തിങ്കിങ്ങും ഒരുപാട് നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. എന്നാൽ അതേസമയം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മളെ ന്യൂറൽ സർക്യൂട്ടുകളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്നതിന് പകരം അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ട്രെയിൻ ചെയ്യുന്നത്. 30 സെക്കൻഡ് 60 സെക്കൻഡുള്ള വീഡിയോസ്, കോൺസ്റ്റൻറ്റ് നോവൽറ്റി, ക്വിക്ക് ഡോപ്പമിൻ ഹിറ്റ്, ഇൻഫിനിറ്റ് സ്ക്രോളിങ്. സ്റ്റഡീസ് കാണിക്കുന്ന സംഭവമാണ് ഹെവി ആയിട്ട് ഷോർട്ട് ഫോം കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ അക്കാഡമിക് പെർഫോമൻസും അതുപോലെ അറ്റൻഷൻ സ്പാനും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇനി 2ാമത്തെ റീസണാണ് റീഡിങ് ഇൻക്രീസസ് ഇമോഷണൽ ഇൻ്റലിജൻസ്, എസ്പെഷ്യലി ഫിക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഫിക്ഷനൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നോൺ ഫിക്ഷനാണ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഓതർ ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ തരികയാണ്. ഇങ്ങനെ ചെയ്യുക, ഇന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്, നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഹാബിറ്റിൻ്റെ മുകളിൽ വേറൊരു ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഹാബിറ്റ് നമ്മൾ വെക്കുക, അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്റ്റെപ്പുകൾ തരും. അതേസമയം ഫിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഓതർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരുവിധം ഫിക്ഷനിലൊക്കെ പോലെ എന്തെങ്കിലും ലെസൺ നമുക്ക് തരുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഇൻഡയറക്റ്റ് രീതിയിൽ ആ ക്യാരക്ടറിലൂടെ ആയിരിക്കും, ആ ക്യാരക്ടർ ജീവിക്കുന്ന, ആ ക്യാരക്ടർ തിങ്ക് ചെയ്യുന്ന, ആ ക്യാരക്ടർ ചെയ്യുന്ന ആക്ഷനിലൂടെ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സ്പെക്റ്റീവ് എടുക്കാനുള്ള ട്രെയിനിങ് ആണ്, വേറൊരാളെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള ട്രെയിനിങ്. നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നമ്മുടെ കോഗ്നിറ്റീവ് എമ്പതി നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് ഫിക്ഷൻ വായിക്കുമ്പോൾ. ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ല് നമ്മൾ ട്രെയിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഇത് നമ്മളെ റിയൽ ലൈഫിലേക്കും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. നമ്മളിപ്പോൾ കുറേ ആൾക്കാരുടെ കൂട്ടത്തിലിരുന്നാണ്ട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളെ സോഷ്യൽ ഇൻ്റലിജൻസ്, നമ്മളെ സോഷ്യൽ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. ഞാൻ പണ്ടൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ ഫിക്ഷൻ വായിക്കുന്നതൊക്കെ വെറുതെയാണ്, നോൺ ഫിക്ഷൻ മാത്രം വായിക്കുക എന്നുള്ളത്. ഈ നോൺ ഫിക്ഷനിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഫിക്ഷനിൽ വെറും എന്താണ് എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ളത്. ശരിയാണ്, ഫിക്ഷൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും നോൺ ഫിക്ഷനിൽ ഡയറക്റ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫിക്ഷനിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. ഫിക്ഷന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തരുന്നുണ്ട്. ഡയറക്റ്റ് ആൻസേഴ്സ് തരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ ഇമാജിനേഷൻ, അതായത് നമ്മളൊരു കഥയൊക്കെ വായിക്കുമ്പോൾ അതിലുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഇമാജിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഫിക്ഷൻ സഹായിക്കുന്നുണ്ട്. ഇനി 3ാമത്തെ റീസണാണ് ബുക്സ് കോൺസെൻട്രേറ്റ് നോളജ് ദാറ്റ് വുഡ് ടേക്ക് ഡെക്കേഡ്സ് ടു കളക്ട്. എല്ലാവരും ഷോർട്ട് കട്ടുകൾ അന്വേഷിച്ചുകൊണ്ട് നിൽക്കല്ലേ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ പറയാണ് ബുക്കുകൾ ആക്ച്വലി ഷോർട്ട് കട്ട്സ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി,
ഇപ്പോൾ ഒരു ഓതർ ഒരു 30, 40, 50 വയസ്സുള്ള ഓതർ മൂപ്പരെ ലൈഫിൽ ഇത്രയും ഡെക്കേഡുകളിൽ മൂപ്പരുണ്ടാക്കിയ മിസ്റ്റേക്സ്, പഠിച്ച ലെസൺസ്, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെറും 200-300 പേജുകളിൽ സമ്മറൈസ് ചെയ്താണ്ട് നമുക്ക് പറഞ്ഞു തരാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ലിറ്ററലി നമുക്ക് ഏകദേശം 20-30 വർഷത്തെ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്താതെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ദ വേൾഡ് റിവാർഡ്സ് 2 things. വൺ ഈസ് നോളജ്, ദ സെക്കൻഡ് വൺ ഈസ് ഗുഡ് ജഡ്ജ്മെൻറ്റ്. ഒന്നാമത്തത് അറിവ്, രണ്ടാമത്തത് ആ അറിവ് ഉപയോഗിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അപ്പോൾ ഇത് രണ്ടും ബിൽഡ് ചെയ്യാനുള്ള വഴിയാണ് എന്ത്? ബുക്സ് വായിക്കുക എന്നുള്ളത്. ദ റീഡിങ് ഓഫ് ഓൾ ഗുഡ് ബുക്സ് ഈസ് ലൈക്ക് എ കോൺവെർസേഷൻ വിത്ത് ദ ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് പാസ്റ്റ് സെഞ്ചുറീസ്. റെനെ ഡെസ്കാർട്ടസ്. ഇനി 4ാമത്തെ റീസണാണ് റീഡിങ് പ്രൊട്ടക്ട്സ് യുവർ ബ്രെയിൻ ആൻഡ് ആഡ് ഇയേഴ്സ് ടു യുവർ ലൈഫ്. ഇത് കേട്ടാൽ കുറച്ച് ഡ്രാമാറ്റിക്കായി തോന്നും, പക്ഷേ റീഡിങ് നമ്മളെ ലോഞ്ചിവിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. റീഡ് ചെയ്യുന്ന ആൾക്കാരും റീഡ് ചെയ്യാത്ത ആൾക്കാരും റിസർച്ചേഴ്സ് സ്റ്റഡി ചെയ്തപ്പോൾ ഓല് മനസ്സിലാക്കിയ സംഭവമാണ് റീഡ് ചെയ്യുന്ന ആൾക്കാരെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് ഓലെ മെമ്മറി, ഓലെ പ്രോസസ്സിങ്, അതുപോലെ അറ്റൻഷൻ സ്പാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളും അതുപോലെ ഓൾക്ക് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസും. ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെമ്മറിനും കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ കോഗ്നിറ്റീവ് ഡിക്ലൈന് നടക്കുന്നത് സാധാ ആൾക്കാരെയും കാട്ടും വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഏജ് ആകുമ്പോൾ. അതുപോലെ സ്റ്റഡീസ് കാണിക്കുന്നൊരു സംഭവമാണ് റീഡ് ചെയ്യുന്ന ആൾക്കാർ റീഡ് ചെയ്യാത്ത ആൾക്കാരെക്കാട്ടും കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി 5ാമത്താണ് റീഡിങ് ബീറ്റ്സ് ഷാലോ കണ്ടന്റ് ഡോപ്പമിൻ ഫോർ ക്രിയേറ്റീവ് ഔട്ട്പുട്ട്. ഞാനൊക്കെ ആദ്യം ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ ഉണ്ടാക്കിയിരുന്നത്. ഫുള്ള് റീൽസുകൾ മാത്രമാണ്. അന്ന് എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു മോട്ടിവേഷണൽ ടൈപ്പ്, എൻ്റർടൈൻമെൻറ്റ് ടൈപ്പാണ്. ശരിയാണ്, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ഹൈ ഒക്കെ കിട്ടും. പക്ഷേ ഈവെന്തോ അതിൻ്റെ ഉള്ളിൽ ഡെപ്ത് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് യൂട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അതായത് നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ് വീഡിയോൻ്റെ ഉള്ളിൽ നമ്മളാരാണ്, അല്ലെങ്കിൽ നമ്മളെ വ്യൂ പോയിൻ്റ് എന്തൊക്കെയാണ്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം വളരെ കുറവാണ്. 30-60 സെക്കൻഡല്ലേ ഉള്ളൂ. അതേ സാധനം ആ ഷോർട്ട് ഫോം കണ്ടൻറ്റ് ക്രിയേറ്റിവിറ്റി കാണുന്നുണ്ടെങ്കിലും അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. കാരണം നമുക്ക് ആക്ച്വലി ക്രിയേറ്റിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ ടോപ്പിക്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് ഡീപ്പ് നോളജ് വേണം. എന്നാൽ നമുക്ക് ആ ടോപ്പിക്കും അടുത്ത ടോപ്പിക്കും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ജിമ്മിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, നമുക്ക് പെയിൻ ഉണ്ടാവുന്നു. ആ പെയിനിൻ്റെ ശേഷം ആദ്യം നമുക്ക് പെയിനാണ് ഉണ്ടാവുന്നത്, പിന്നെയാണ് നമുക്ക് എന്തുണ്ടാണ് മസിൽ ഗ്രോത്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. അവിടെ ലിറ്ററലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജിമ്മിലും അത്യാവശ്യം നോളജ് വേണം. പിന്നെ നമുക്ക് അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണെന്നുള്ള നോളജ് നമുക്ക് വേണം. റൈറ്റ്. അപ്പോൾ അങ്ങനെ പല പല ഏരിയാസിൽ നോളജ് ഉണ്ട്, ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്താണ്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള ഐഡിയാസിൽ നിന്ന് പുതിയ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഷോർട്ട് ഫോം കണ്ടൻറ്റുകളാണ് ഫുള്ള് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ എത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടാണ് പല ടോപ്പിക്കുകളും തമ്മിൽ കണക്ട് ചെയ്താണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്? അതിന് കാരണം എന്താണ്? ബിക്കോസ് ഐ റീഡ് ബുക്സ്. ഷോർട്ട് ഫോം കണ്ടൻറ്റ് ഭയങ്കര മോശമാണ്, ഐഡിയാസ് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് റീൽസ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഐഡിയാസ് കിട്ടാനും പാട്ടുകൾ കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു മോഡൽ റീൽസിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള മോഡൽ കിട്ടാനൊക്കെ ഷോർട്ട് ഫോം നല്ല തന്നെയാണ്. പക്ഷേ ഷോർട്ട് ഫോം കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വലിയ പസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു പീസ് മാത്രമാണ്. ശരിക്കും ആ ഒരു പസിൽ ഫുള്ള് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് ഒരു ഇൻഫോർമേഷൻ, ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോങ് ഫോം വീഡിയോസോ പോഡ്കാസ്റ്റുകളോ കാണേണ്ടി വരും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ബുക്കുകൾ നമ്മൾ വായിക്കേണ്ടി വരും. ഇനി 6ാമത്തെ റീസണാണ് റീഡിങ് ഈസ് എ സൂപ്പർ പവർ റൈറ്റ് നൗ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ ടു. നിങ്ങളൊന്ന് നോക്കി നോക്കി ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണ് നമ്മളെ വീട്ടിൽ കുടുംബക്കാരൊക്കെ വന്നിട്ട് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ വന്നിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ എല്ലാവരും എന്ത് ചെയ്യും? അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറയും, വിശേഷം, എപ്പോഴാണ് വന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ സ്കൂളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുക്കുന്നത്, ഇപ്പോൾ എവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് ചെയ്യണമല്ലാണെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്താ ചെയ്യുക? പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫോൺ എടുക്കും, എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം പോലും തൻ്റെ അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അത് ഇൻക്രീസ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്കുകളൊക്കെ വായിച്ച് ഷാലോ കണ്ടൻറ്റുകൾക്ക് പകരം കോൺസ്റ്റൻറ്റ് ഡോപ്പമിന് പകരം റീഡ് ചെയ്ത് കണ്ട് അറിവുകൾ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡീപ്പ് നോളജ് നമ്മൾ ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എത്രത്തോളം ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കി. റിയൽ വേൾഡിൽ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആക്ച്വലി ഒരു കൗണ്ടർ കൾച്ചർ ആക്ടിവിറ്റി ആയി മാറുകയാണ്. അതായത് എങ്ങനെയാണോ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഒഴുക്കിനൊപ്പം പോവാതെ ഒഴുക്കിനെതിരായിട്ട് നീന്താണ്. ഞാൻ ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, സൂപ്പർ പവർ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അധികം ആൾക്കാർക്ക് ഇപ്പോൾ റീഡ് ചെയ്യാൻ കഴിയൂല.
അതായത് അതിൻ്റെ അക്ഷരങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ കഴിയാത്തത് കൊണ്ടല്ല, അത് വായിക്കാനുള്ള ക്ഷമ ഓൽക്കില്ല. Therefore, reading is a super power. ഇനി ലാസ്റ്റ് 7ാമത്തെ റീസണാണ്. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിനുള്ള ഒരു ഫിറ്റ്നസ് പ്ലാനാണ്. നമ്മൾ കുറേ കാർബുകളും ഫാസ്റ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിച്ച് ബോഡി ഒന്ന് അനങ്ങാതെ കുറേ കാലം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഫാറ്റായി മാറുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കാതെ ഈ ലോകത്തു നിന്ന് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ വരുന്ന എല്ലാ സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നമ്മളെ ബ്രെയിനിനെ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിനെ തിങ്കിങ്ങിനും അതുപോലെ ലോങ് ടേം അറ്റൻഷനൊന്നും ട്രെയിൻ ചെയ്യാതെ നിൽക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഫാറ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെ മെൻ്റലി ഫാറ്റ് ആയി കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ ബ്രെയിനിനെ നമുക്ക് വീണ്ടും ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് പ്ലാനാണ് റീഡിംഗ് എന്നുള്ളത്. നമ്മൾ ഓരോ പേജുകൾ റീഡ് ചെയ്യുമ്പോഴും നമ്മൾ പതുക്കെ നമ്മൾ അറ്റൻഷൻ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെ വൊക്കാബുലറിനെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ക്രിയേറ്റിവിറ്റിനെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ഫോക്കസിനെ ആണെന്നുണ്ടെങ്കിലും ഇമാജിനേഷൻ ആണെങ്കിലും ഒക്കെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകണം. ഇത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ അതിൻ്റെ വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ എങ്ങനെയാണോ, അതായത് നമ്മൾ 6 മാസം 1 കൊല്ലമൊക്കെ പോയതിൻ്റെ ശേഷമാണ് ആൾക്കാരൊക്കെ നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അല്ലെങ്കിൽ നമ്മളെ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ഭയങ്കര ഫിറ്റ് ആയിക്കണല്ലോ, അതിന് നല്ല മാറ്റം ഉണ്ടല്ലോ എന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയാം. വർഷങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴേക്കാരും ഫസ്റ്റത്തെ കുറേ കാലം സ്ട്രഗിൾ ആയിരിക്കും, ആരും അത് മനസ്സിലാക്കില്ല. അതുപോലെ തന്നെ നമ്മൾ കുറേ കാലം ഫസ്റ്റ് റീഡ് ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര ഡീപ്പായുള്ള ഫിലോസഫി, സൈക്കോളജി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കുമ്പോൾ ഫസ്റ്റൊന്നും ആരും അത് മനസ്സിലാക്കില്ല. പിന്നീട് 1, 2, 3 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ഇങ്ങനെ റീഡ് ചെയ്താണ്ട് ഓരോ പരിപാടികളോ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഡീപ്പായിട്ട് ഓരോ സംഭവങ്ങൾ റിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മളത് എന്തുകൊണ്ടാണോ അങ്ങനെ പറയണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കും, എനിക്ക് എങ്ങനെ ഇത്രയും അന്തം വെച്ചത്, എവിടെ നിന്ന് എനിക്ക് ഈ ബുദ്ധി വെച്ചതെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ സംഭവം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് എന്താണ്? നമ്മളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാനും എന്തിലൂടെ? റീഡിങ്ങിലൂടെ. റീഡിങ് ഈസ് ദ ജിം ദാറ്റ് ബിൽഡ്സ് എ മൈൻഡ് ദാറ്റ് നോ വൺ ക്യാൻ ടേക്ക് അവേ ഫ്രം യു. ചാർലി മങ്കറിൻ്റെ ഒരു കോട്ടാണ്, ആസ് ലോങ് ആസ് ഐ ഹാവ് എ ബുക്ക് ഇൻ മൈ ഹാൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം വേസ്റ്റിംഗ് ടൈം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ തരാം. എങ്ങനെ റീഡിങ് ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷെഡ്യൂൾ അറ്റ്ലീസ്റ്റ് 30 minutes to 1 hour എ ഡേ ഫോർ റീഡിങ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് പറയുന്നത് നമ്മൾ ജിമ്മിക്ക് പോകണ പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ജിമ്മിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിക്ക് പോകില്ല. അതായത് നമുക്ക് തോന്നുമ്പോൾ ജിമ്മിൽ പോകുക അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. ആ ടൈം ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെ ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എന്തൊരു മൂഡാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, റീഡ് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. എന്നാലേ ആ ടൈമിൽ നമ്മൾ വായിക്കോളും. ഇനി 30 minutes to 1 hour എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതന്നെ മോർ ദാൻ ഇനഫാണ്. കാരണം ഒരു ദിവസം ഒരു 30 minutes നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ഏകദേശം 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു ബുക്ക് ഒരു ടോട്ടൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 10 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറോ കൊണ്ടൊക്കെ ഒരു ബുക്ക് ടോട്ടലി ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് തന്നെ മതി എന്ത് ചെയ്യാൻ, നിങ്ങൾ ടോപ്പ് 1% ഓഫ് റീഡേഴ്സിൽ എത്താൻ വേണ്ടിയിട്ട്. ഇനി 2ാമത്തെ പോയിൻ്റാണ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ലവ്. ഇതൊരിക്കലും എന്തല്ല ഒരു റേസോ അല്ലെങ്കിൽ ഒരു സ്പ്രിൻറ്റിങ്ങോ ഒന്നല്ല, വേറെ ആൾക്കാരായിട്ട് നമ്മൾ മത്സരിക്കുക അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല. നമ്മളെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല, ഒറ്റയടിക്ക് നമ്മൾ നോൺ ഫിക്ഷനൊക്കെ വായിച്ച് ഭയങ്കര അറിവുകളൊക്കെ ഒറ്റയടിക്ക് നേടണമെന്ന് ഒരു നിർബന്ധമില്ല. പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ലവ്. നിങ്ങൾക്ക് ഫിക്ഷനാണ് വായിക്കാൻ ഇഷ്ടം, നോവലാണ് വായിക്കാൻ ഇഷ്ടം, കുഴപ്പമില്ല, അത് വെച്ചാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ കുറേ കാലങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ജനറൽ മാത്രം വായിച്ചിട്ട് കാര്യമില്ല, കുറച്ചുകൂടി എനിക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ വെറും ഫിക്ഷൻ നമുക്കൊന്നുകൂടി സയൻസ് ഫിക്ഷൻ അങ്ങനത്തെ രീതിക്ക് പോവാം. പിന്നെ അവിടുന്ന് പതുക്കെ നോൺ ഫിക്ഷൻസ് ആഡ് ചെയ്യാം, പതുക്കെ ബയോഗ്രഫീസ് ആഡ് ചെയ്യാം, പതുക്കെ ബിസിനസ് സ്റ്റോറീസുകൾ ആഡ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം, അതിൻ്റെ ഡിഫിക്കൽറ്റി കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകാം. ഇനി 3ാമത്തെ പോയിൻ്റാണ് ഡ്രോപ്പ് ദ ബുക്ക് ദാറ്റ് ഡസൻറ്റ് ഇൻട്രസ്റ്റ് യു. ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുള്ളാക്കിയ ബുക്കിനെക്കാട്ടും കൂടുതൽ ഫുള്ളാക്കാത്ത ബുക്കുകളെ കയറും. പല ഓതേഴ്സും വെറും 50 അല്ലെങ്കിൽ 60 പേജ് കൊണ്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഐഡിയ ഒരു 300 പേജൊക്കെ എടുത്താണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ കുറേ ഫില്ലേഴ്സുകൾ നടക്കും, ഇല്ലാത്ത റൂൾസുകൾ ഓല് ഉണ്ടാക്കിയാണ്ട് എന്ത് ചെയ്യും, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നൊക്കെ പറയാണ്ട് കുറേ റൂൾസുകളൊക്കെ ആഡ് ചെയ്യും. ഇത് വായിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്കൊരു 10-15 ബുക്കുകളൊക്കെ വായിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനത്തെ ബുക്കുകൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഒരു 10-30 പേജ് വായിക്കുമ്പോൾ തന്നെ ഇയാളിത് പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ തോന്നുമ്പോൾ ആ ബുക്ക് ഡ്രോപ്പ് ചെയ്യുക, അടുത്ത ബുക്ക് എടുക്കുക. അതിലൊരു ഗിൽട്ടും ഫീൽ ചെയ്യാനില്ല. ഇനി 4ാമത്താണ് നമ്പർ ഓഫ് ബുക്സ് ഡസൻറ്റ് മാറ്റർ. ഇപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ പറയല്ലോ, ഞാൻ 1 മാസം കൊണ്ട് ഇത്ര ബുക്ക് വായിച്ചു, ഞാൻ ആഴ്ചയിൽ ഒരു ബുക്ക് വായിക്കും അല്ലെങ്കിൽ ഡെയിലി ഒരു ബുക്ക് വായിക്കും എന്നൊക്കെ ഉള്ളത് ഒക്കെ വെറുതെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ബെറ്റർ ദ ബുക്ക് ദ മോർ സ്ലോലി ആൻഡ് കെയർഫുള്ളി യു ഷുഡ് റീഡ് ഇറ്റ്.
നമ്മൾ അതിലെ എല്ലാ കൺസെപ്റ്റുകളും എല്ലാ സംഭവങ്ങളും മാക്സിമം മനസ്സിലാക്കി അബ്സോർബ് ചെയ്യുന്നതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ എത്ര ബുക്ക് തീർത്തു എന്നല്ല. അത് വെറുതെ ആൾക്കാരെ മുമ്പിൽ മെയിൻ ആവാൻ വേണ്ടി ഉപകരിക്കുന്നല്ലാതെ വേറെ ഉപകാരമൊന്നുമില്ല. ഇനി അഞ്ചാമത്താണ് റീഡ് ആക്റ്റീവ്ലി നോട്ട് പാസീവ്ലി. ആക്റ്റീവ്ലി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ കയ്യിൽ വേറെ ഇങ്കുള്ള ഏതെങ്കിലും പെന്ന് ഹോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യൽ റെഡ് ഇങ്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ നമ്മൾ ഇതുവരെ അറിയാത്ത സംഭവങ്ങൾ, പുതുതായി കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. അവിടെ നമ്മൾ നിർത്തിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക. ഇതെങ്ങനെ എൻ്റെ ലൈഫായിട്ട് എനിക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുക, ഇതെന്താണ് സംഭവം, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ ആസ്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓർമ്മ തന്നെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ലൈഫിലുള്ള എക്സാമ്പിളൊക്കെ ആ ഒരു സംഭവമായിട്ട് അതിൻ്റെ അടുത്ത് നോട്ട് ചെയ്യാം. എന്നിട്ട് ആ പേജ് മടക്കി വെക്കുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, അങ്ങനത്തെ സംഭവം ഒട്ടിച്ചാണ്ട് വെക്കുക. എന്നിട്ട് ആ ബുക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളൊരു ബുക്ക് കീപ്പ് ചെയ്യുക, ഒരു കോമൺ പ്ലേസ് ബുക്ക് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ബുക്കുകൾ വായിച്ചിട്ട് അതിന് നമുക്ക് കിട്ടുന്ന നോളജുകൾ അല്ലെങ്കിൽ വിസ്ഡം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബുക്ക് കീപ്പ് ചെയ്യുക സെപ്പറേറ്റ്. എന്നിട്ട് വായിച്ചിട്ട് ആ ബുക്ക് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുള്ളാക്കിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുക, ആ ബുക്ക് തുറന്നാണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്ത രീതിയിലുള്ള നോളജുകൾ ഉണ്ടാവില്ല നമ്മൾ ആക്കി വെച്ച്. അപ്പോൾ ആ സംഭവങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഈ ബുക്കിലേക്ക് എടുത്ത് ചെയ്താൽ. അപ്പോൾ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ആ ബുക്ക് ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് എഴുതാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ലേണിങ്ങിൻ്റെ കേസിൽ അറിയുണ്ടാവും സ്പേസിങ്, അതുപോലെ റീകോളിങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ടൂൾസുകളൊക്കെ നമ്മളെ മെമ്മറിയിൽ ഒരു സാധനം സ്റ്റിക്ക് ചെയ്യാനുള്ള ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്, റീകോളിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ആ ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തൊട്ട് എടുക്കുമ്പോൾ ഓൾറെഡി ആയിട്ട് കുറേ സംഭവങ്ങൾ നമ്മളെ എന്താ പറയുക റിട്രീവൽ സ്ട്രെങ്ത്തും സ്റ്റോറേജ് സ്ട്രെങ്ത്തൊക്കെ കുറഞ്ഞാണ്ട് കുറച്ച് നമ്മൾ മറന്നിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മളത് റെഫർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്പേസിങ്ങും ചെയ്യുന്നുണ്ട്, അവിടെ റീകോളിങ്ങും ചെയ്യുന്നുണ്ട്. പഴയ അന്ന് പഠിച്ച സംഭവങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ആ ഒരു മെമ്മറിൻ്റെ സ്ട്രെങ്ത്ത് ഒന്നുകൂടി കൂടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ആറാമത്തെ പോയിൻ്റാണ് യൂസ് മൾട്ടിപ്പിൾ ഫോമാറ്റ്സ്. ഫിസിക്കൽ ബുക്ക് തന്നെ വാങ്ങണം, ഫിസിക്കൽ ബുക്ക് തന്നെ വായിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബുക്ക് ചിലപ്പോൾ ഗതിയുടെയും. അപ്പോൾ എന്ത് ചെയ്യുക, PDF ഈ ബുക്കുകളോ കാര്യങ്ങളൊക്കെ ഫോണിൽ റീഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ ജോലി ചെയ്യുന്ന ഇടയിൽ, ഡ്രൈവ് ചെയ്യുന്ന ഇടയിൽ, അല്ലെങ്കിൽ റെപ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനത്തെ ടൈമിൽ നമുക്ക് ഓഡിയോ ബുക്കുകൾ കേൾക്കാം. ഇവിടെ ഗോൾ എന്ന് പറയുന്നത് ആസ് മച്ച് ആസ് പോസിബിൾ നമുക്ക് നോളജ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്, നമുക്ക് ആവശ്യമുള്ള നോളജ്. അപ്പോൾ അവിടെ ഒരിക്കലും ഫിസിക്കൽ ബുക്ക് തന്നെ റീഡ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഏതൊക്കെ ഫോർമാറ്റുകളിൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ ആ ഫോർമാറ്റുകളിലൊക്കെ കൺസ്യൂം ചെയ്യുക. ഇനി ഏഴാമത്തെ പോയിൻ്റാണ്, ഇതൊരു റൂളൊന്നുമല്ല, പക്ഷേ ഇത് എന്നെ ഹെൽപ്പ് ചെയ്ത സംഭവമാണ്. റീഡ് 2 to 3 ബുക്സ് അറ്റ് എ ടൈം. ഇപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ഒരു എൻ്റയർ ഹവർ ഒരേ ബുക്ക് തന്നെ വായിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും, നമ്മൾ അറ്റൻഷൻ ചിലപ്പോൾ പകുതി ആകുമ്പോൾ തന്നെ ഡ്രോപ്പൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് 2-3 ബുക്കുകൾ കയ്യിൽ വെക്കുമ്പോൾ ഒരു പക്ക നോൺ ഫിക്ഷൻ, ഒരു ഫിക്ഷൻ, ഒരു സ്റ്റോറി ടൈപ്പ് ഉപകാരമുണ്ട്. ബിസിനസ് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും സ്റ്റീവ് ജോബ്സിൻ്റെ കഥ അല്ലെങ്കിൽ നൈക്കിൻ്റെ കഥ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യേണ്ടവാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, നോൺ ഫിക്ഷൻ വായിക്കും. എന്നിട്ട് അത് ബോറടിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റോറി ടൈപ്പ് ആ ഒരു ബുക്ക് വായിക്കും. എന്നിട്ട് അത് ബോറടിക്കുമ്പോൾ ഞാൻ ഫിക്ഷൻ വായിക്കും. എന്നിട്ട് പിന്നെ ഇത് അങ്ങനെ 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 എന്ത് ചെയ്യും, നമ്മൾ അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറയുന്നതനുസരിച്ച് ബുക്കുകൾ ഇങ്ങനെ ടോപ്പിക്കുകൾ ഇങ്ങനെ മാറ്റുമ്പോൾ വീണ്ടും അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നത് കാണലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റ് പോയിൻ്റാണ്, എട്ടാമത്താണ് ടീച്ച് വാട്ട് യു ലേൺ. അപ്പോൾ ഒരു സാധനം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എന്താ, നമ്മൾ മനസ്സിലാക്കിയ സാധനം വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, നമ്മളെന്ത് പുതിയ ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ അത് ഏറ്റവും സിമ്പിൾ വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവർക്കും അറിയണ്ടാവും ഫെയിൻമാൻ ടെക്നിക്ക് എന്നുള്ളത്. ഇതേ സാധനമാണ് ഞാൻ എന്ത് ചെയ്യണത് എൻ്റെ യൂട്യൂബിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഓരോ ബുക്കുകൾ വായിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്ന പുതിയ സംഭവങ്ങൾ ഞാൻ എന്ത് ചെയ്യും, നോട്ട് ചെയ്തും. എന്നിട്ട് ആ സാധനങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഇതിലുള്ള ഓഡിയൻസിന്, യൂട്യൂബിലുള്ള ഓഡിയൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് എനിക്ക് കൂടുതൽ പഠിക്കാനും പറ്റും, നിങ്ങൾക്കും പുതിയ അറിവുകൾ നേടാനും പറ്റും. നിങ്ങൾ ഇതുവരെ റീഡ് ചെയ്യാൻ തുടങ്ങാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്കുകൾ സജസ്റ്റ് ചെയ്ത് തരാം. ഫിക്ഷനും സജസ്റ്റ് ചെയ്ത് തരാം, നോൺ ഫിക്ഷനും സജസ്റ്റ് ചെയ്ത് തരാം. ഇപ്പോൾ നോൺ ഫിക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബുക്കാണ്, സിമ്പിൾ ലാംഗ്വേജിലുള്ള, എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. പിന്നെ രണ്ടാമത്തത് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതായത് നമ്മളെ മൈൻഡ് സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ഈ ഫിനാൻഷ്യൽ വേൾഡിലേക്ക് ഒന്നുകൂടി ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്, ഇത്രയും പൈസയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, അത് പോസിബിൾ ആണല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നെപ്പോളിയൻ ഹില്ല് ആക്ച്വലി ഒരു ഫ്രോഡാണ്, പക്ഷേ ഈവൻ ദോ അയാൾ എഴുതിയ ബുക്ക് അത്യാവശ്യം വാല്യുബിൾ ആയിക്കാണ്ട് എല്ലാവർക്കും തോന്നലുണ്ട്. അതുകൊണ്ട് ആ ബുക്ക് വായിക്കാം. പിന്നെ മൂന്നാമത്താണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ, ഡയൽ കാർണിഗിൻ്റെ. അപ്പോൾ അത് നമ്മൾ ആൾക്കാരായിട്ടും ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്നത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്ന വേണം. പക്ഷെ എന്നാലും അതിലേറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ബുക്ക് നല്ല ബുക്കാണ്. പിന്നെ ലാസ്റ്റത് ഡേവിഡ് ഗോഗിൻസ്, 4 ബുക്ക് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യണുള്ളൂ. ഡേവിഡ് ഗോഗിൻസിൻ്റെ കാൺട്ട് ഹേർട്ട് മീ എന്ന് പറഞ്ഞ ബുക്ക്. ഇപ്പോൾ ഡിസിപ്ലിൻ അല്ലെങ്കിൽ പെയിൻ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഈ സംഭവങ്ങൾ, ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഒരു ചെറിയൊരു മോട്ടിവേഷണൽ രീതിയിലുള്ള ഒരു സ്റ്റോറി വായിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബുക്കാണ്. ഇനി ഫിക്ഷൻ നിങ്ങൾ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു വാല്യുബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫിക്ഷൻസാണ് പറയുന്നത്. ഒന്ന് പൗലോ കൊയ്ലോൻ്റെ ആൽക്കമിസ്റ്റ്,
അത് ലെസണും ഉണ്ട് എന്നാൽ കഥയുണ്ട്, അങ്ങനെ ഒരു ഫിക്ഷനാണ്. പിന്നെ 2 ഉള്ളത്, അടുത്ത 2 ഖാലിദ് ഹുസൈനിൻ്റെ കൈറ്റ് റണ്ണറും അതുപോലെ 1000 സ്പ്ലെൻഡിഡ് സൺസും. ഇത് രണ്ടും നമ്മളെ ഇമോഷണൽ ഇൻ്റലിജൻസും അതുപോലെ നമ്മളെ സിമ്പതി, കോഗ്നിറ്റീവ് എമ്പതി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നല്ല ഫീലിങ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പിന്നെ 4ാമത്താണ് ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സ്കോട്ട് ഫിക്സറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓതറിൻ്റെ ബുക്ക്. അപ്പോൾ അത് ഞാൻ റീഡ് ചെയ്തിട്ടില്ല, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അത് നല്ല ബുക്കാണെന്ന് കേട്ടിരിക്കണം. എ റീഡർ ലീവ്സ് 1000 ലൈവ്സ് ബിഫോർ ഹി ഡൈസ്. ദ മാൻ ഹൂ നെവർ റീഡ്സ് ലീവ്സ് ഓൺലി വൺ. ജോർജ് R.R. മാർട്ടിൻ. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ന്യൂസ് ലെറ്റർ ഉണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ന്യൂസ് ലെറ്റർ ഇമെയിലിൽ സെൻഡ് ചെയ്യും എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.